ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ സൺഡേ രാവിലെ തന്നെ കുറേ അധികം കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴുകാൻ വേണ്ടി ഇറങ്ങി. ഫുഡ് പോലും കഴിച്ചിട്ടില്ല. കാരണം ഒരു ആഴ്ചത്തെ മൊത്തം ഡ്രസ്സുകൾ അലക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അതിൻ്റെ പണി കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഓരോന്നൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. അതിനനുസരിച്ച് സോപ്പ് പൊടി മുക്കിയിട്ട് അലക്കുവാണ് കേട്ടോ. കാരണം ഇവിടെ ഇപ്പോൾ വാഷിംഗ് മെഷീൻ ഇല്ല. ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ അതുവരെ കല്ലിൽ തന്നെ അലക്കാതെ വേറെ നിവൃത്തിയില്ല കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എല്ലാം അലക്കി കഴിഞ്ഞു. പിന്നെ വിരിച്ചിടലാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ടെറസിൽ തന്നെ നമുക്ക് വിരിച്ചിടാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇട്ട് വൈകുന്നേരം വന്നിട്ട് എടുത്താൽ മതി. അപ്പോൾ തന്നെ നല്ല രീതിയിൽ ഉണങ്ങി കിട്ടിക്കോളും. വലിയ പൊടിയൊന്നും അടിക്കില്ല കേട്ടോ. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഒരു ഗ്രാമീണ പ്രദേശം പോലെയാണ് കേട്ടോ. അവിടെ വലിയ തിരക്കുകളോ കാര്യങ്ങളൊന്നുമില്ല. അതിനുശേഷം പിന്നെ ഞാൻ റൂമിൽ തിരിച്ചെത്തി കഴിഞ്ഞിട്ട് കിച്ചണിലോട്ട് കയറി കേട്ടോ. ഇന്ന് അജുക്കൊക്കെ ഡ്യൂട്ടിയുള്ള ദിവസമാണ്. അപ്പോൾ വന്നപ്പോൾ തന്നെ അടുക്കള നല്ല മെസ്സായി കിടക്കുകയാണ്. തലേന്ന് ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായി. അതൊക്കെ അടക്കി പറക്കാനൊക്കെ ഉണ്ട്. കൂടാതെ സാധനങ്ങൾ വയ്ക്കാനുണ്ട്, പാത്രങ്ങൾ കഴുകാനുണ്ട്. പിന്നെ ഇന്ന് ലീവായതുകൊണ്ട് ഞാൻ രാത്രി അധികം മെനക്കെടാൻ വേണ്ടി നിന്നില്ല. ഇന്ന് എഴുന്നേറ്റിട്ട് ചെയ്യാൻ വിചാരിച്ച്. അങ്ങനെ ഞാൻ ആദ്യമേ തന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വയ്ക്കുകയാണ് കേട്ടോ. പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുകയാണ്. സാധാരണ ഞാൻ ഇന്നും തലേന്ന് തന്നെ കഴുകി വയ്ക്കലുണ്ട്, പിറ്റേ ദിവസം ഡ്യൂട്ടി ഉണ്ടെങ്കിൽ. ഇന്നിപ്പം ലീവാണല്ലോ, അപ്പം ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ വിചാരിച്ചു. അതുപോലെ ഇന്നലെ വാങ്ങിയ സാധനങ്ങളും അതേപടി ഇരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ എനിക്കൊന്ന് ഒതുക്കി വയ്ക്കണം. എങ്കിൽ മാത്രമാണ് അവിടേക്കൊന്ന് ക്ലീൻ ആവുകയുള്ളൂ. പിന്നെ ഞാൻ ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. കാരണം അജുക്കൊക്കെ ഫുഡ് ഞാൻ കൊടുത്തു വിടണം. അപ്പോൾ ഞാൻ നോക്കിയപ്പം ഇന്നലെ പച്ചക്കറികളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഇന്ന് ഒരു കിഴങ്ങിൻ്റെ ഉപ്പേരി, അതുപോലെ കടലക്കറിയൊക്കെ വയ്ക്കാമെന്ന് വിചാരിച്ചേക്കണം. അപ്പോൾ അതിനുള്ള കടലയൊക്കെ ആദ്യമേ തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടായി. പിന്നെ കിഴങ്ങ് ഒരു ഫ്രൈ പോലെ ആക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ കിഴങ്ങും മുട്ടയും നമ്മൾ പുഴുങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ അങ്ങോട്ട് പുഴുങ്ങാൻ വേണ്ടി വെച്ചു. അപ്പം നമുക്ക് ഫ്രൈ ആകുമ്പോൾ ഒരുപാട് സമയം എടുക്കില്ലല്ലോ. പിന്നെ ഞാനിന്ന് മില്ലറ്റിൻ്റെ കഞ്ഞി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായി. അതുകൊണ്ട് മില്ലറ്റ് ഞാൻ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചു കേട്ടോ. മില്ലറ്റ് കുറച്ച് നേരം വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം എടുത്ത് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടുമേ. അങ്ങനെ അപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കുറഞ്ഞു പോയപ്പോൾ ഞാൻ ഒന്നുകൂടെ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചു. പിന്നെ അതേസമയം ചോറും ഞാൻ വെച്ചിട്ടുണ്ടായി. പിന്നെ കടലക്കറി ആ സമയമാകുമ്പോഴത്തേനും ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായി. ഞാൻ കടലക്കറി ഒന്ന് സ്മാഷ് ചെയ്തെടുക്കും. അപ്പോൾ നല്ല തിക്ക് ഗ്രേവി നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ പൊട്ടറ്റോ ഫ്രൈ ആണ് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഞാനൊന്ന് ഫ്രൈ ആക്കി എടുത്തു. പിന്നെ ഇത് ഞാൻ മില്ലറ്റ് കഞ്ഞി കാസറോളോട്ട് മാറ്റിയതാണ് കേട്ടോ. പിന്നെ മുട്ട ഞാൻ പുഴുങ്ങി വെച്ചു. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഇന്ന് മ്യൂസ്ലിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഫ്രിഡ്ജിലാത്തതുകൊണ്ട് പാൽ ഇങ്ങനെ ടോണ്ട് മിൽക്ക് പാക്കറ്റിലായിട്ട് വാങ്ങും. അപ്പോൾ അന്ന് പൊട്ടിച്ച് അത് തന്നെ നമ്മളന്ന് ഉപയോഗിച്ച് തീർക്കും. ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും റെഡി, ലഞ്ചൊക്കെ റെഡിയാക്കി ഞാൻ സെറ്റാക്കി വെച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ.